ലോട്ടറി അടിക്കുക എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. എന്നാൽ അടിക്കുമെന്ന് ഉറപ്പുള്ള സമ്മാനം കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയാലോ? അത്തരമൊരു അവസ്ഥയിലൂടെയാണ് പിറവം പാഴൂർ സ്വദേശിയായ റിട്ടയർഡ് ASI KK സജിമോൻ കടന്നുപോകുന്നത്. കേവലം ഒരു ഭാഗ്യപരീക്ഷണമല്ല, മറിച്ച് തന്റെ ജീവിതം മാറ്റിമറിക്കേണ്ടിയിരുന്ന 20 കോടി രൂപ ഒരശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടുവെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഡിസംബർ മാസം 1-ന് സജിമോൻ മുണ്ടക്കയത്തുള്ള തന്റെ ഭാര്യയുടെ ബന്ധുവീട്ടിൽ പോയിരുന്നു. മടക്കയാത്രക്കിടെ കാഞ്ഞിരപ്പള്ളിയിൽ വെച്ചാണ് അദ്ദേഹം 20 കോടിയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ടിക്കറ്റ് എടുത്തത്. ലോട്ടറി എടുത്താൽ ഉടൻ തന്നെ അതിന് പിന്നിൽ പേരും വിലാസവും എഴുതി ഒപ്പിടുക എന്നത് സജിമോന്റെ പതിവായിരുന്നു. ഈ ടിക്കറ്റിന് പിന്നിലും അദ്ദേഹം തന്റെ പേരും വിലാസവും എഴുതി ഒപ്പിട്ടിരുന്നുവെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. പോലീസിൽ നിന്ന് വിരമിച്ച ശേഷം സജിമോൻ ടൂറിസ്റ്റ് ട്രാവലർ സർവീസ് നടത്തി വരികയായിരുന്നു. മണ്ഡലകാലമായതിനാൽ ശബരിമല തീർത്ഥാടകർക്കായി അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്നു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നിന്നുള്ള ഒരു സംഘം അയ്യപ്പന്മാർ സജിമോന്റെ വണ്ടിയിലാണ് ദർശനത്തിന് പോയത്. യാത്ര കഴിഞ്ഞ് മടങ്ങിയപ്പോൾ അവർ തങ്ങളുടെ ഒരു നെയ്പാത്രം വണ്ടിയിൽ മറന്നുവെച്ചു. സജിമോൻ പറയുന്നതനുസരിച്ച് താൻ വാങ്ങിയ ലോട്ടറി ടിക്കറ്റ് സുരക്ഷിതമായിരിക്കാൻ വേണ്ടി ആ നെയ്പാത്രത്തിനടിയിലാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. പണം സൂക്ഷിക്കാൻ ചിലർ ചെയ്യുന്നത് പോലെ ഒരു സുരക്ഷിത താവളമായിട്ടാണ് അദ്ദേഹം ആ പാത്രത്തെ കണ്ടത്. പിന്നീട് വിശാഖപട്ടണ സ്വദേശികൾ ഫോണിൽ വിളിച്ച് നെയ്പാത്രം മറന്നുവെച്ച കാര്യം പറയുകയും അത് കൊറിയർ ചെയ്ത് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ജനുവരി 30-ന് പിറവത്തെ ഒരു സ്വകാര്യ കൊറിയർ സ്ഥാപനം വഴി സജിമോൻ ഈ പാത്രം അയച്ചു. എന്നാൽ ആ സമയത്ത് പാത്രത്തിനടിയിൽ താൻ സൂക്ഷിച്ചു വെച്ച വിലപിടിപ്പുള്ള ലോട്ടറി ടിക്കറ്റിന്റെ കാര്യം അദ്ദേഹം മറന്നുപോയി. 10 ദിവസത്തെ സമയപരിധി കഴിഞ്ഞാണ് നറുക്കെടുപ്പ് നടന്നതെങ്കിലും തന്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ലെന്ന വസ്തുത അദ്ദേഹം വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ജനുവരി 24-നായിരുന്നു ബമ്പർ നറുക്കെടുപ്പ് നടന്നത്. തന്റെ കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റ് നമ്പറിനാണ് സമ്മാനം അടിച്ചതെന്ന് അറിഞ്ഞതോടെ സജിമോൻ ആവേശത്തിലായി. എന്നാൽ ടിക്കറ്റിനായി തിരഞ്ഞപ്പോഴാണ് അത് നെയ്പാത്രത്തോടൊപ്പം വിശാഖപട്ടണത്തേക്ക് പറന്നുവെന്ന കാര്യം അദ്ദേഹം ഞെട്ടലോടെ ഓർത്തത്. ഫെബ്രുവരി 1-ന് വൈകുന്നേരം അദ്ദേഹം കൊറിയർ സ്ഥാപനവുമായി ബന്ധപ്പെട്ടു. പാത്രം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് ഇതിനോടകം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരുന്നു. ഫെബ്രുവരി 4-ന് വിശാഖപട്ടണത്തുള്ള ഉടമയ്ക്ക് പാത്രം ലഭിക്കുകയും ചെയ്തു. ഇതോടെ സജിമോൻ നിയമസഹായം തേടി. പിറവം പോലീസിൽ പരാതി നൽകുകയും കൊറിയർ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. താൻ പാത്രം പാക്ക് ചെയ്യുമ്പോൾ ടിക്കറ്റ് അതിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. നിലവിൽ പിറവം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ CCTVയുടെ ഹാർഡ് ഡിസ്ക് ഹാജരാക്കിയിട്ടുണ്ട്. ലോട്ടറി സമ്മാനം ലഭിക്കണമെങ്കിൽ ഭൗതികമായി ടിക്കറ്റ് ലോട്ടറി ഓഫീസിൽ ഹാജരാക്കണമെന്നതാണ് നിയമം. എന്നാൽ സജിമോന്റെ പരാതി നിലനിൽക്കുന്നതിനാൽ ലോട്ടറി വകുപ്പിന് ഇത് നിസ്സാരമായി കാണാൻ കഴിയില്ല. സജിമോൻ അവകാശപ്പെടുന്നത് പോലെ ടിക്കറ്റിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ഒപ്പും വിലാസവും ഉണ്ടെങ്കിൽ ടിക്കറ്റ് ഹാജരാക്കുന്ന ആൾക്ക് പണം നൽകുന്നത് ലോട്ടറി വകുപ്പ് തടഞ്ഞുവെക്കും. ടിക്കറ്റിന് പിന്നിലെ ഒപ്പ് മായ്ച്ചു കളയാനോ തിരുത്താനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോറൻസിക് പരിശോധനയിലൂടെ കണ്ടെത്താൻ സാധിക്കും. സമ്മാനമടിച്ച ടിക്കറ്റ് ഇതിനോടകം തിരുവനന്തപുരത്ത് ലോട്ടറി കാര്യാലയത്തിൽ ഹാജരാക്കിയതായാണ് വിവരം. ഹാജരാക്കിയ ആൾ ആരാണെന്നും ടിക്കറ്റിന്റെ അവസ്ഥ എന്താണെന്നും ലോട്ടറി വകുപ്പ് രഹസ്യമായി സൂക്ഷിക്കുകയാണ്. തന്റെ ഭാഗം കേൾക്കാതെ ലോട്ടറി സമ്മാനം മറ്റൊരാൾക്ക് കൈമാറരുതെന്ന് ആവശ്യപ്പെട്ട് സജിമോൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം പൂർത്തിയാക്കുന്നത് വരെ തുക കൈമാറുന്നത് സ്റ്റേ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അദ്ദേഹത്തിന്റെ പക്കൽ ടിക്കറ്റിന്റെ ഫോട്ടോയോ മറ്റ് രേഖകളോ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലോട്ടറി എടുത്ത കടയിലെ CCTV ദൃശ്യങ്ങളും സജിമോന്റെ മൊഴിയും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ എന്നും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. ഈ സംഭവം കേരളത്തിൽ ഉടനീളം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പലരും സജിമോന്റെ അവസ്ഥയിൽ സഹതാപം പ്രകടിപ്പിക്കുമ്പോൾ മറ്റു ചിലർ ഇതൊരു അവകാശവാദം മാത്രമാണോ എന്നും സംശയിക്കുന്നു. ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സജിമോൻ നിയമപരമായ നീക്കങ്ങൾ കൃത്യമായി നടത്തുന്നുണ്ട്. 20 കോടി രൂപ എന്നത് ഒരു ചെറിയ തുകയല്ലാത്തത് കൊണ്ട് തന്നെ ഈ കേസ് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു നിയമയുദ്ധമായി മാറാനാണ് സാധ്യത. ഭാഗ്യം എന്നത് ഒരാളെ തേടി വരുമ്പോൾ അത് തടയാൻ ആർക്കും കഴിയില്ലെന്നാണ് പറയാറുള്ളത്. എന്നാൽ സജിമോന്റെ കാര്യത്തിൽ ഭാഗ്യം വന്നത് ഒരു വലിയ പരീക്ഷണത്തോടൊപ്പമാണ്. വിശാഖപട്ടണത്തുള്ള തീർത്ഥാടകർക്ക് ടിക്കറ്റ് ലഭിച്ചു. അവർ അത് തിരിച്ചു കൊടുക്കുമോ, അതോ ടിക്കറ്റ് വഴിയിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. കേരള ലോട്ടറി ചരിത്രത്തിൽ ടിക്കറ്റ് നഷ്ടപ്പെട്ടതിന്റെ പേരിലും അവകാശവാദങ്ങളുടെ പേരിലും ഇതിനു മുൻപും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 20 കോടി രൂപയുടെ ഒരു ബമ്പർ സമ്മാനം സമാനതകളില്ലാതെ ഒരു കേസായി മാറിയിരിക്കുകയാണ്. ഒരു നെയ്പാത്രത്തിന്റെ രൂപത്തിൽ വന്ന അശ്രദ്ധ സജിമോന്റെ ജീവിതം മാറ്റിമറിക്കുമോ, അതോ നിയമ പോരാട്ടത്തിലൂടെ അദ്ദേഹം തന്റെ അവകാശം വീണ്ടെടുക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. വരും ദിവസങ്ങളിലെ പോലീസ് അന്വേഷണവും കോടതി വിധികളും ഈ ലോട്ടറി രഹസ്യത്തിന്റെ ചുരുളഴിക്കും. കേരളത്തിലെ ലോട്ടറി സമ്പ്രദായം കർശനമായ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായാണ് പ്രവർത്തിക്കുന്നത്. ലോട്ടറി അടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന നിയമങ്ങളും നടപടിക്രമങ്ങളും ഇവയാണ്. ലോട്ടറി ടിക്കറ്റ് ഒരു ബെയറർ ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് ടിക്കറ്റ് ആരുടെ കൈവശമാണോ ഉള്ളത്, നിയമപരമായി അവരാണ് അതിന്റെ ഉടമ. എന്നാൽ ടിക്കറ്റിന് പിന്നിൽ പേരും വിലാസം എഴുതി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കാണ് സമ്മാന തുകയ്ക്ക് ആദ്യ അവകാശം.
സമ്മാനാർഹരായ ടിക്കറ്റ് മറ്റൊരാൾക്ക് വിൽക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ നിയമവിരുദ്ധമാണ്. സമ്മാനം അടിച്ച വ്യക്തി നേരിട്ടോ ബാങ്ക് വഴിയോ മാത്രമേ ടിക്കറ്റ് ഹാജരാക്കാവൂ. ടിക്കറ്റ് കീറിയതോ തിരുത്തലുകൾ വരുത്തിയതോ ആകാൻ പാടില്ല. ടിക്കറ്റിലെ നമ്പറിലോ ബാർകോഡിലോ സംശയമുണ്ടെങ്കിൽ ലോട്ടറി വകുപ്പ് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. നറുക്കെടുപ്പ് നടന്ന 30 ദിവസത്തിനുള്ളിൽ സമ്മാനാർഹമായ ടിക്കറ്റ് ലോട്ടറി ഓഫീസിലോ ബാങ്കിലോ ഹാജരാക്കണം. നിശ്ചിത സമയത്തിന് ശേഷം ഹാജരാക്കുന്ന ടിക്കറ്റുകൾ സ്വീകരിക്കുന്നതിന് ലോട്ടറി ഡയറക്ടറുടെ പ്രത്യേക അനുമതിയും ആവശ്യമാണ്. സമ്മാനത്തുകയുടെ 30% കേന്ദ്ര സർക്കാർ നികുതിയാക്കും. ലോട്ടറി ഏജന്റിന് 10% കമ്മീഷനായി നൽകണം. ബാക്കി തുക മാത്രമേ വിജയിക്ക് ലഭിക്കൂ. ടിക്കറ്റ് നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ ഉടൻ തന്നെ പോലീസിലും ലോട്ടറി വകുപ്പിലും പരാതി നൽകണം. ടിക്കറ്റിന് പിന്നിൽ നിങ്ങളുടെ ഒപ്പുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ആ തുക കൈപ്പറ്റുന്നത് തടയാൻ നിയമപരമായി സാധിക്കും. സജിമോന്റെ കേസിൽ ടിക്കറ്റിലെ ഒപ്പും വിലാസവും നിർണായകമാകുന്നത് ഈ നിയമം മൂലമാണ്.